ഏറെ സ്നേഹധനരായ ഭക്തജനങ്ങളെ, ശ്രീമൽ ശിവപുരാണ ജ്ഞാനയജ്ഞത്തിൻ്റെ സമർപ്പണ ദിനമായ ഇന്ന് ഇവിടെ സമർപ്പിക്കപ്പെടാൻ പോകുന്നത് മഹാമൃത്യുഞ്ജയ ഹവനമാണ്. മൃത്ത് എന്ന പദത്തിന്റെ അർത്ഥം മണ്ണ് എന്നാണ്, ഭൂമി. മൃത്യു എന്ന് പറഞ്ഞാൽ മണ്ണിലേക്ക് മടങ്ങൽ. നമ്മുടെ ശരീരം ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം എന്നീ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ടവയാണ്. അപ്പൊ ആ മൃത്തിലേക്ക് മടങ്ങലാണ് മൃത്യു. മൃത്യുഞ്ജയൻ എന്ന് പറഞ്ഞാൽ മരണത്തെ അതിജീവിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നവൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ ജനിച്ച നമ്മളെ ചാവാതിരിക്കാൻ പ്രേരിപ്പിക്കുന്ന ദേവൻ എന്നാണോ അർത്ഥം? അല്ല. പിന്നെയോ, ഈ ഭൂമിയിൽ ജനിച്ച ഏതൊരാൾക്കും മരണമുണ്ട്. ഒരു കവിതാശകലം തന്നെ പറയുന്നു, തൽക്കാല ദുനിയാവ് കണ്ടു നീ മയങ്ങാതെ, എപ്പോഴും മരണം നിൻ കൂടെയുണ്ട് മറക്കാതെ. ഭൂമിയിലേക്ക് മനുഷ്യർ വിരുന്ന് വന്നതാണെന്നും ഇവിടേക്ക് വിരുന്ന് വന്ന മനുഷ്യന് ഈശ്വരൻ ഈ ഭൂമിയിൽ ഒരുക്കി വച്ചിരിക്കുന്ന വിഭവങ്ങളാണ് ഈ പ്രകൃതിയുടെ ചാരുതയെന്നും ബന്ധുമിത്രാദികളെന്നും ഒക്കെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ ഈ ഭൂമിയിലെ ജീവിതം താൽക്കാലികമാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഈശ്വരൻ നമ്മളെ വിളിക്കുമ്പോൾ തിരിച്ചു പോകേണ്ടി വരും നമുക്ക്. ഈ ജീവിതം സ്ഥിരമാണെന്നും നമ്മുടെ ഇച്ഛയ്ക്ക് അനുസരിച്ചാണ് കാര്യങ്ങൾ എന്നുമൊക്കെ ചിന്തിക്കുന്നത് ഉചിതമല്ല. ഓം ശശിശേഖരായ നമഃ. ഓം വാമദേവായ നമഃ. ഓം വിരൂപാക്ഷായ നമഃ. ഓം കവർദ്ധിനേ നമഃ. ഓം ശ്രീകണ്ഠായ നമഃ. ഓം ഭക്തവത്സലായ നമഃ. ഓം ഭവായ നമഃ. ഓം സർവായ നമഃ. ഓം ത്രിലോകേശായ നമഃ. ഓം ശ്രീകണ്ഠായ നമഃ. ഓം ശിവപ്രിയായ നമഃ. ഓം ഉഗ്രായ നമഃ. ഓം സാത്വികായ നമഃ. ഓം ശുദ്ധവിഗ്രഹായ നമഃ. ഓം ശാശ്വതായ നമഃ. ഓം കണ്ഠപരശവേ നമഃ. ഓം അജായ നമഃ. ഓം പാപവിമോചകായ നമഃ. ഓം മൃഡായ നമഃ. ഓം പശുപതയേ നമഃ. ഓം അവ്യയായ നമഃ. ഓം ഹരേ നമഃ. ഓം ഭഗനേത്രവിദേ നമഃ. ഓം അവ്യക്തായ നമഃ. ഓം ദക്ഷാതുരഹരായ നമഃ. ഓം ഹരായ നമഃ. ഓം ഭൂഷണന്ദവിദേ നമഃ. ഓം അവ്യഗ്രായ നമഃ. ഓം സഹസ്രാക്ഷായ നമഃ. ഓം സഹസ്രപദേ നമഃ. ഓം അപവർഗപ്രദായ നമഃ. ഓം അനന്തായ നമഃ. ഓം താരകായ നമഃ. ഓം പരമേശ്വരായ നമഃ. ഓം പരമേശ്വരായ നമഃ. ഓം പരമേശ്വരായ നമഃ. ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാത് മൃത്യോർമുക്ഷീയമാമൃതാത്. ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാത് മൃത്യോർമുക്ഷീയമാമൃതാത്. ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാത് മൃത്യോർമുക്ഷീയമാമൃതാത്.
ഇനി ഓരോരുത്തരായി വന്ന് ആ കയ്യിരിക്കുന്ന എള്ള് ആ ഹോമകുണ്ടത്തിൽ സമർപ്പിക്കുക. വരിയായിട്ട് വേണം വരാൻ, വരിയായിട്ട് സാവധാനം വന്നാൽ വളരെ വെപ്രാളൊന്നുമില്ല. കൃത്യസമയത്ത് തന്നെ നിങ്ങൾ ചോറ് കഴിക്കാൻ വിടാം. വെപ്രാളൊന്നും വേണ്ട. അതുപോലെ ആ വെള്ളം കൊടുക്കാനുള്ള ചേട്ടൻ അത് അവിടെ വെച്ചിരുന്നാൽ മതി, അവർ കുടിച്ചോളും കേട്ടോ. ഓം നമ ശിവായ. നമ്മുടെ ശിവപുരാണം എന്ന ഗ്രന്ഥത്തിന്റെ, നമ്മുടെ യജ്ഞത്തിന്റെ ഭാഗമായി ശിവപുരാണം എന്ന ഗ്രന്ഥമാണ് ഇവിടെ പാരായണം ചെയ്യുന്നത്. ആ ശിവപുരാണ ഗ്രന്ഥത്തിലെ അവസാനത്തെ അധ്യായമാണ് ഇവിടെ. ഈ കർമ്മം ഏതാനും നിമിഷങ്ങൾ, മിനിറ്റുകൾ കഴിയുമ്പോൾ പൂർണ്ണമാകും. ഓം നമോ ഭഗവതേ വാസുദേവായ. സൂതൻ പറഞ്ഞു, തണുത്തമൃതപോൽ സ്വാദുള്ളമലം ലഘുവാഞ്ചലം ചേരും സ്കന്ധ സരസെന്ന സരസന്നഭിസന്നിഭം ചുറ്റുമേ സ്ഫടികക്കല്ലിന് ജയത്താപ്പെടുത്തുമേ മുഖം മൂടിയും സർവത്തുസുമങ്ങളാ താരങ്ങളെപ്പോൾ കുമുദ ശൈവലാജോൽപലങ്ങളും കാർന്നൊക്കും നിരകളും തിരകളും ചേർന്ന് അപ്പുറം മഞ്ഞിൽ വന്നപ്പോൾ നീലക്കെല്ലാം സൗഖ്യമായിട്ട് ഇറങ്ങാൻ പറ്റിയിടും വിധം വിരചിച്ച നടക്കെല്ലാം ദിക്കമ്മം ശോഭമാനമായി കുടുംബയുള്ളോർ ജഡിമാർ പുണ്ണിമാർ ഭസ്മമണ്ഡിതർ കുളിച്ചു പൂണുന്നു നിന്നി ശുക്ലകൗമീനവർക്കലർ വിരാഗ വിവശാസ്ത്രീയമാരാകും വിവശാസ്യന്മാരാകും മുനികുമാരകളടച്ച് നിറങ്ങുമ്പോൾ കുളിച്ചു വേറുന്നവർ താരിനിലകളിൽ ശുദ്ധകുടങ്ങളിലും അവിധം കിണ്ടി അമ്മട്ടിലുള്ള അന്യപാത്രങ്ങളിലും അങ്ങനെ തനിക്കായും പലർക്കായും ദേവർക്കായും വിശേഷമായി ആനയിക്കപ്പെട്ടും അമ്പുകുസുമങ്ങളും എന്നുമേ നീജസ്പർശം ഭവിക്കായ്വാൻ ആചാരമറിയുന്നവർ നൽകുന്ന പടവിൽ കയറി ഭസ്മദൂസര ഗാത്രയാ. ഓം നമഃ ശിവായ. യജ്ഞശിഷ്ടങ്ങൾ പോലുള്ള പവിത്രം ഗർഭയിൽ കിടപ്പൂ പടവിൽ കാലിലിടങ്ങി വന്ന ഭാര്യ നിത്യസ്നാനത്തിനായി വന്നു ദേവർഷി പിതൃതർപ്പണം ക്രമ ചെയ്തു രംഗനരെ അറിയിച്ചു. അഭിനിച്ചതേ ഓരോ സ്ഥാനത്ത് സൗരാഗ്യപൂർവം ബഹുവിധങ്ങളാം ബലി പുഷ്പാദ്യാൻ ചെയ്തും നിലത്തഭ്യർജനാധികം ചിലതിക്ക് തനവേറുത്താനക്കുട്ടങ്ങൾ മുങ്ങിയും ചിലതിക്കിൽ ദാഹമോട് യഥാശ്വമൃഗങ്ങളും
ചിലയിടം നീർ കുടിച്ചേറും മയിലും വരരസ്ഥയും ചിലയിടം ഇട്ട് മേൽക്കുത്തും വൃക്ഷങ്ങളും മൂലയും വണ്ട് ഉണ്ടാരക്കോഴി കാരണ്ടങ്ങളും ചക്രവാകങ്ങളും പാടിക്കും ജനം ചെങ്ങാനേ. ഓം നമഃ ശിവായ. ധ്രുവവാസികൾ ജന്തുക്കൾ സ്നാനവും പാനവും തഥാ ചെയ്തപ്പോഴും ബ്രഹ്മപൂർവം ഭക്ഷണം ചെയ്തിരുന്നപ്പോൾ കുലവൃക്ഷത്തിന്മേൽ ഇടം മുയിൽ തൻ കൂതനങ്ങളാൽ വെയിൽ കൊണ്ടതോരെ വിളിക്കും പോലെ എപ്പോഴും സരസ്യൻ ഉത്തരം തീരം തന്നിൽ കൽപ്പദ്രൂതങ്ങളുടെ താഴെ വർദ്ധത്തിന്മേൽ യോഗ്യവര മുനിദ്രം എല്ലായ്പ്പോഴും ഉപവാസിച്ചും ബാലകൻ തൻ ഭവസ്ഫോടം മികുത്തതാ മൃഗത്തോട് ഇരുന്നിടും സമാധിയിൽ നിന്നും അപ്പോൾ ഉണർന്ന ഓരോ ശരത്തുലകുമാരനെ ദർശിച്ചപ്പോൾ ഉപസ്ഥാനം ചെയ്തു നൈമിഷവാസികൾ ചോദിക്കവേ സ്വാഗതത്തോട് എന്തിനായി വന്നുവെന്നതും കേൾക്കുമാറാൻ വികാരസിൽ മൂലം ഉപീശ്വരം വിമാനത്തിൽ ചാമരങ്ങൾക്കിടയിൽ ശുചിയായി രത്നക്കാലിലും ഉടതാഴെ സുയശസ്സോടൊപ്പം രത്ന സിംഹാസനസ്ഥനായ 3 കണ്ണുകൾ ഐശ്വര്യം ദേഹശ്രീയാലും കൃത്യങ്ങളാലും പ്രഭുവൻ പ്രത്യഭിജ്ഞാപകൻ പ്രഭു അലക്ഷ്യമാകും സ്രഷ്ടാവൻ അജ്ഞപ്പോൾ വന്നു ചേർന്നവൻ ശങ്കരാനുഗ്രഹം മുന്നിൽ വന്നു നിൽക്കുന്ന പോലവേ ശിലാദൻ സുതൻ സാക്ഷാൽ വിശ്വേശ്വരജന ശിരസിൽ ചന്ദ്രനം കണ്ടം തന്നെ പാമ്പോണിഞ്ഞവൻ മെയ്യാണ്ട് ഐശ്വര്യം അതുപോൽ സക്രിയം കഴിവന്നപ്പോൾ സർവജ്ഞത്വം വന്നപോലെ നിർവാണത്തിൻ സമാപ്തി പോൽ കണ്ടു സന്തുഷ്ടനായി ബ്രഹ്മതനോദ ഋഷിമാരോടും നിന്നാലെഴുന്നേറ്റ് തന്നെ അർച്ചിച്ചിടും വിധം അതിനിടയ്ക്ക് അഭിമാനം മന്നിടത്തിൽ ഇറങ്ങവേ നമസ്കാരം സാധിച്ചു കാമങ്ങൾ സർവമായി വരട്ടെ സുഖിച്ചു മഹാഭക്തൻ പരിപൂർത്തി തന്നുള്ളിൽ ഒനീസക്കാലം ഗരുത്തമാർക്ക് വസിച്ചു വാരണാസി തന്നടുത്ത് വിധിച്ചവോ പാശുപത അഭിധാനവൃതത്തിനാൽ പാശവിമുക്തി നേടി സമാധിയും ജ്ഞാനമാർന്നു പോകി അനിന്ദിതന്മാർ പരമം ഓം നമോ നമഃ ശിവായ ഓം നമോ നമഃ ഈശ്വരായ ഓം നമോ നമഃ ശിവായ ഓം നമോ സദാശിവായ ഓം നമോ നമഃ ശിവായ ഓം നമോ സദാശിവായ ഓം നമോ നമഃ ശിവായ ഓം നമോ മഹേശ്വരായ. ഉദരപ്രദേശവും ചലവേറോ ഭംഗിയും ശോഭയും തുങ്കരീപണം ഭോഗിനീശകം കൂറും ചാരുരാമോകങ്ങളും അടിസ്ഥാവിലാസവും ശ്രീപാദനും വിളസന്തങ്ങളും
ലോപമരാതെ മനസ്സിലോ പീഡനം കേശാദി പാദവും പാദാദി കേശവം ഈശാനരൂപം നിരൂപണ ചെയ്തുക അർച്ചനത്തർപ്പണം നാമസംഗീതനം സച്ചിദാനന്ദ സ്വരൂപ സമാവനം മൃതപദക്ഷിണം സന്തതവന്ദനം ഭക്തിപൂർണം ചെയ്തു കൊള്ളുന്നവൻ ശിവ സാലോക്യമെങ്കിലും സാമീപ്യമെങ്കിലും ത്രൈലോക്യസാധന്റെ സാരൂപ്യമെങ്കിലും സായുജ്യമെങ്കിലും മധ്യനിരൂപിച്ചതായുരാതെ ലഭിച്ചീത അറിയുന്നേ ശങ്കരജ്ഞാന പ്രചാരഹിക്കണേ ഓം നമോ നമഃ ശിവായ ഓം നമോ സദാശിവായ ഓം നമോ നമഃ ശിവായ ഓം നമോ മഹേശ്വരായ ഓം നമോ നമഃ ശിവായ ഓം നമോ സദാശിവായ ഓം നമോ നമഃ ശിവായ ഓം നമോ മഹേശ്വരായ Om Namah Shivaya, Om Namah Shivaya, Om Namah Shivaya.